മലയാള സിനിമയിലെ നടന്മാരുടെ കാര്യത്തിൽ തന്റെ അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന വളരെ തന്റേടത്തോടെ മാധ്യമങ്ങളോടും ജനങ്ങളോടും പറയുന്ന അഭിനേതാവാണ് ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ. പല സാഹചര്യങ്ങളിലും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. എമ്പുരാന്റെ സമയത്ത് എമ്പുരാൻ ഒരു രാഷ്ട്രീയം പറയുന്ന ചിത്രമാണ്. പൃഥ്വിരാജ് തന്റെ രാഷ്ട്രീയം പറയാനാണ് ആ സിനിമ എടുത്തത് എന്നൊക്കെ തുടങ്ങിയുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ ഇന്ത്യ ഭരിക്കുന്ന BJP-യെ വിമർശിക്കാനും RSSനെ വിമർശിക്കാനും ഒക്കെയാണ് ആ സിനിമ എടുത്തത് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സിനിമ റീ എഡിറ്റ് ചെയ്യാനായിട്ട് തന്നെ സംവിധായകനായ പൃഥ്വിരാജും അഭിനേതാവായ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഗോകുലം ഗോപാലും എല്ലാവരും നിർബന്ധിതരായിരുന്നു. ഇപ്പോഴത്തെ പൃഥ്വിരാജ് ആദ്യമായി എമ്പുരാൻ വിവാദങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹം അടിവരയിട്ട് പറയുന്ന കാര്യം തന്റെ രാഷ്ട്രീയം പറയാനല്ല താൻ ആ സിനിമ എടുത്തതെന്നും ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാനാണ് എന്നുമാണ്. ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്തിയാലും പൃഥ്വിരാജ് എമ്പുരാൻ വിഷയത്തിൽ ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല. തന്റെ നിലപാടിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നും തന്നെയാണ് മനസ്സിലാവുന്നത്. ആരെങ്കിലുമൊക്കെ ആ സിനിമ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ അത് തന്റെ ഉത്തരവാദിത്തമാണ്. ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാൻ എടുത്ത ആ സിനിമ അങ്ങനെ ആർക്കെങ്കിലും എന്റർടൈൻമെന്റ് ആവാതെ പോയിട്ടുണ്ടെങ്കിൽ അതും ഒരു സിനിമാ സംവിധായകൻ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട്. എമ്പുരാന്റെ കഥയാണെങ്കിലും അതിന്റെ തിരക്കഥയാണെങ്കിലും പ്രധാന നടനോടും നിർമ്മാതാക്കളോടും സംസാരിച്ചിട്ടുണ്ടെന്നും അവർക്കെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് സിനിമ ചിത്രീകരിച്ചതെന്നും പൃഥ്വിരാജ് അടിവരയിട്ട് പറയുന്നുണ്ട്. എമ്പുരാൻ റിലീസ് ചെയ്ത സമയത്ത് ശ്രീ മേജർ രവി ഉൾപ്പെടെയുള്ള ആളുകൾ പൃഥ്വിരാജിനെതിരെ സംസാരിക്കുകയുണ്ടായിരുന്നു. ആ സമയത്ത് പൃഥ്വിരാജ് മാധ്യമങ്ങളെ ഫേസ് ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അമ്മ മല്ലിക സുകുമാരനാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ശ്രീ മേജർ രവി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ സംസാരിച്ചത്. എന്തായാലും പൃഥ്വിരാജിനെ ആ കാര്യത്തിൽ ഒറ്റപ്പെടുത്താനായിട്ട് ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചെങ്കിലും അത് അന്ന് വിലപ്പോയിരുന്നില്ല. ഇപ്പോഴത്തെ പൃഥ്വിരാജ് ആ കാര്യത്തിൽ വളരെ ശക്തമായി തന്റെ നിലപാട് ഉറച്ച് പറഞ്ഞിരിക്കുകയാണ്. സിനിമയിലൂടെ രാഷ്ട്രീയം പറയേണ്ടതായിട്ട് തോന്നിയിട്ടില്ലെന്നും തനിക്ക് രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലോ അതല്ലാതെയോ പറയാൻ പറ്റുന്നതാണെന്നും സിനിമ എടുക്കുന്നത് ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാനാണെന്നും സംവിധായകൻ ഉറച്ചു പറയുന്നു. അപ്പോൾ എമ്പുരാനെ കുറിച്ചുണ്ടായ വിവാദങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു വലിയ ചർച്ചയുണ്ട്. അതിന് വ്യത്യസ്തമായ നറേറ്റീവുകൾ കണ്ടെത്തി ആ സിനിമയ്ക്കെതിരെ പ്രവർത്തിച്ചവർക്ക് വ്യക്തമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും എമ്പുരാൻ വിഷയം തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നില്ലെന്നും സിനിമ അത്തരത്തിലൊരു രാഷ്ട്രീയ വിഷയം കൈകാര്യം ചെയ്യാൻ സംവിധായകൻ എന്ന നിലയിൽ അയാൾ ആഗ്രഹിച്ചില്ലെന്നും കൂടെ വ്യക്തമായി പറയുന്നു. അപ്പൊ എന്തായാലും എമ്പുരാനുമായി ബന്ധപ്പെട്ട വിഷയം അതിന്റെ തുടർ ഭാഗത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം സംവിധായകനായ പൃഥ്വിരാജിന് പോലും അതിലൊരു ഉറപ്പ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. മുരളി ഗോപി ഈ കാര്യത്തിൽ ആദ്യവും അവസാനവും എല്ലാം പറഞ്ഞ നിലപാടുകൾ ഒന്ന് തന്നെയാണ്. ആ സിനിമയ്ക്കെതിരെ ഉണ്ടായ വിമർശനങ്ങളിൽ പോലും മുരളി ഗോപി അന്ന് മാപ്പ് പറയാൻ തയ്യാറായിരുന്നില്ല. മോഹൻലാലും പൃഥ്വിരാജുമാണ് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ മാപ്പ് പറഞ്ഞിരുന്നത്. എന്തായാലും L3 സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമാണ്. എങ്കിലും പൃഥ്വിരാജ് ഒരിക്കൽ കൂടെ തന്റെ നിലപാട് കൃത്യമായി പറയുന്നതിൽ തന്റെ ഇടം കാണിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ.